ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ലുലു മാളിലെ ഇപ്പോഴത്തെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കോട്ടയത്തെ ലുലു ആട്ടോ. അപ്പം ഞാനും അമ്മയും കൂടിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാൾ കൂടിയാണ് ലുലുവിൽ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അവിടേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ബുക്ക് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം കുറേ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ പലതരം കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാൻ പോയില്ല. അപ്പം നമ്മുടെ ഫ്ലവേഴ്സിനകത്ത് ചക്കപ്പുഴ എന്ന് പറയുന്ന സീരിയലിൻ്റെ അകത്ത് ആ ഒരു നടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലുലു ഫാഷൻ സ്റ്റോറിലാണ്. അപ്പം അവിടെ ഓഫറിലിട്ടേക്കുന്ന ബാഗ്സൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ ഇയറിങ്സ് ഒക്കെ ആണെങ്കിൽ ചില ഇയറിങ്സ് മാത്രം 25% ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ സാധാ ഒരു ലേഡി സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഇയറിങ്സിനേക്കാളും കുറച്ചും കൂടി റേറ്റുള്ള ഇയറിങ്സ് ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ. കുറച്ച് എനിക്ക് നല്ല രസമുണ്ടെന്ന് തോന്നിയ ഇയറിങ്സ് ഒക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. ആ ഒരു ഇയറിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 കൂടുതലാണ്. പിന്നെ ഞാനൊരു ഹെയർ സ്ട്രെയിറ്റ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെയർ സ്ട്രെയിറ്റ്നർ മാത്രമല്ല, അത് ക്രിമ്പ് ചെയ്യാൻ പറ്റും, മുടി കേൾ ചെയ്യാൻ പറ്റും, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നോ എന്താണോ പറയുന്നത്, ഞാൻ മറന്നുപോയി. അപ്പം അവിടേക്ക് കയറിയേക്കുവാണ്. സൂപ്പർ മാർക്കറ്റ് അല്ല, ഹൈപ്പർ മാർക്കറ്റ് അല്ലേ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതെ, ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. നമ്മുടെ നെയ്യൊക്കെ 699 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾക്ക് റേറ്റ് കുറവുണ്ടായിരുന്നു. 450 രൂപയുടെ പീനട്ട് ബട്ടറൊക്കെ 290 രൂപയ്ക്കും. അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു മിക്ക സാധനത്തിനും. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, ഞാൻ എല്ലാ വീഡിയോസിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്യൂട്ടി സ്കിൻ കെയർ ഏരിയാസിലൊക്കെ വന്നു. ഇവിടെ ഫൗണ്ടേഷൻസും കോമ്പാക്ട് പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫേസ് വാഷുകൾ, അതെ, മിക്ക ബ്രാൻഡിൻ്റെയും ഫേസ് വാഷുകൾ അവിടെ അവൈലബിൾ ആണ്. ഈ പ്രാവശ്യം പോയപ്പോൾ സിമ്പിളിൻ്റെ ഫേസ് വാഷ് എനിക്ക് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ അറിയിക്കാം. പിന്നെ ജോവീസ്, ഹിമാലയ, പ്ലം, ഗാർണിയർ, ബഞ്ചാറാസ്, അങ്ങനെ ലാക്മേ, പോൺസ്, അങ്ങനെ കുറേ ബ്രാൻഡുകളുടെ ഫേസ് വാഷസൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ചില ബ്രാൻഡുകളൊക്കെ നമുക്ക് ബൈ 1 get 1 ഫ്രീ ആയിട്ടും അവൈലബിൾ ആണ്. പിന്നെ സെറ്റാഫിൽ, പിന്നെ ഒത്തിരി ബ്രാൻഡുകളുടെ ന്യൂട്രോജീന, അതൊക്കെ നല്ല ഫേസ് വാഷുകളാണ്. ഓയിൽ ഫ്രീ ഫേസ് വാഷ്, അതൊക്കെ ന്യൂട്രോജീന എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡാണ്. അതിനുശേഷം നമുക്ക് പ്ലമ്മിൻ്റെ അവിടെ മോയ്സ്ചറൈസറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയ കേട്ടോ. മോയ്സ്ചറൈസർ അല്ലാത്തും ഫേസ് വാഷാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറേ ഫേസ് മാസ്കുകൾ അവൈലബിൾ ആണ്. പിന്നെ കുറേ ലിപ് ബാംസ്, നിവ്യ, വാസ്ലിൻ്റെ ഒക്കെ പുതിയ എഡിഷൻ ആയിട്ടുള്ള ലിപ് ബാമുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് സൺസ്ക്രീൻ്റെ കാര്യത്തിൽ ഈ ഒരു സൺസ്ക്രീൻ പുതിയതാണ്. വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹൈയ എന്ന് പറയുന്ന സൺസ്ക്രീനാണ്. SPF 50 PA 3+ ആട്ടോ. അപ്പം അതൊരു അടിപൊളി, അതിൻ്റെ ബോഡി ലോഷനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇതിൻ്റെ സംഭവം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യൂ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ടോണറൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ മിക്കതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അലോവേറ ജെല്ല്, മമ്മ എർത്ത്, മിക്ക ബ്രാൻഡിൻ്റെയും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു അവീനോ എന്ന് പറയുന്നൊരു മോയ്സ്ചറൈസിങ് ക്രീം നല്ലതാണെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ പോൺസിന് തന്നെ പൊട്ടിക്കാണ്ടൊരു മോയ്സ്ചറൈസർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഒന്നും എടുക്കാൻ വേണ്ടി പോയില്ല. പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ലാഷ് ഷീൽഡിൻ്റെ ബ്രാൻഡിന് നമുക്ക് ടെസ്റ്ററൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെയും ടെസ്റ്ററൊക്കെ വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേപോലെ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ വരുന്നത് സിറംസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, മിക്ക ബ്രാൻഡിൻ്റെയും. പിന്നെ നമുക്ക് കുറേ അവിടെ ബോഡി വാഷുകൾ, സോപ്പുകളൊക്കെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മുടെ പല്ലൊക്കെ തേക്കുന്ന പേസ്റ്റ്, അതൊക്കെ നല്ല വിലക്കുറവിൽ നല്ല ഡിസ്കൗണ്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ തുണി കഴുകാനുള്ള ഐറ്റം, സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എനിക്കൊരു സോപ്പ് പൊടിയും കൂടെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സോപ്പ് പൊടി എവിടെയാണെന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ സോപ്പ് പൊടിയുടെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് സോപ്പ് പൊടി എടുക്കാൻ വേണ്ടി പോവാണ്. അധികം വലിയ സോപ്പ് പൊടി എനിക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് മറ്റേ സ്പെഷ്യൽ ഓഫർ ഇട്ട സ്ഥലത്തു നിന്ന് സോപ്പ് പൊടി എടുക്കാഞ്ഞത്. എനിക്ക് ചെറിയൊരു സോപ്പ് പൊടി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഉജാലയുടെ സോപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പം നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഉജാലയുടെ സോപ്പ് പൊടിക്കൊക്കെ. അതുകൊണ്ട് തന്നെ അത് തന്നെ അങ്ങ് എടുത്ത് നമുക്ക് തുണി അലക്കിയാൽ മതിയല്ലോ നല്ല വൃത്തിമനയൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ സ്വന്തമായിട്ടൊക്കെ തുണി അലക്കാനൊക്കെ തുടങ്ങുന്നത് ഹോസ്റ്റലിൽ വന്നതിന് ശേഷമാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ വാഷിംഗ് മെഷീനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് അലക്കണമല്ലോ. അപ്പം ഇങ്ങനെ സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ തനിയെ അലക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അലക്കും കാര്യങ്ങൾ. പിന്നെ അവിടെ കുറേ നട്ട്സ്, ഡേറ്റ്സ്, അതുപോലെ തന്നെ ഡവിൻ്റെ ഒക്കെ ബോഡി വാഷിൻ്റെ ഒക്കെ റേറ്റൊക്കെ നോക്കിക്കേ, നല്ല വിലക്കുറവാട്ടോ. ഇപ്പം കൂടുതലും ബോഡി വാഷൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് നന്നായിട്ട് ഹെൽപ്ഫുള്ളാവും. ഞാനങ്ങനെ കൂടുതലും ബോഡി വാഷ് യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ മിക്കതും സോപ്പാണ്. പ്രത്യേകിച്ച് ഇരിക്കുന്ന ചന്ദ്രിക സോപ്പിൻ്റെ ആളാണ് ഞാൻ. എനിക്ക് കൂടുതലും ചന്ദ്രികയാണ് ഇഷ്ടം. പിന്നെ പാത്രങ്ങളൊക്കെ, ഈ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, നല്ല വിലക്കുറവിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ വലിയ ദോശക്കല്ലേ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെൻസിൽ, പേന, ബുക്ക് ആ ഒരു ഏരിയയിലേക്കാണ്. ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നല്ലൊരു വിലക്കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ പെൻസിലാണേലും പേന ആണേലും എന്താണേലും എല്ലാത്തിനും നല്ല വിലക്കുറവ് കണ്ടു. അങ്ങനെ എനിക്ക് പേനയൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേന എടുക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേന നോട്ടായിരുന്നു അവിടെ. നമുക്ക് ജെൽ പെന്നൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എപ്പോഴും. അപ്പോൾ ഞാൻ പേന നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പേന എടുത്തു, പക്ഷെ അത് ബ്ലാക്ക് പെന്നായിരുന്നു. അത് റിയലൈസ് ചെയ്ത് ഞാൻ വീണ്ടും വേറൊരു പേന മാറ്റിയെടുത്തു. പിന്നെ ഞാൻ ബുക്ക് തപ്പി ഇറങ്ങി കേട്ടോ. ബുക്ക് തപ്പി ഇറങ്ങി അതെല്ലാം തുറന്നു നോക്കിയപ്പോൾ കളറിങ് ബുക്കായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ബുക്ക് വേറെ ഏതോ ഒരു സെക്ഷനിലാണെന്ന്. അതിനുശേഷം നമ്മൾ കുറച്ച് പുറകോട്ട് വീണ്ടും ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നേ. അവിടെ കുറേ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ പട്ടിക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പട്ടിയുടെ ബെൽറ്റ്, അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ ബാഗൊക്കെ നല്ല അടിപൊളി റേറ്റ് കുറവിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബുക്സ് അവിടെ ഇല്ലായിരുന്നു എന്ന്. ബുക്സ് സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. കാരണം സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് കുറേ ബുക്സൊക്കെ നല്ല ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട്, ഒരു ബുക്ക് 20% ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മളൊരു 7 ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഷ്ടംപോലെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റേറ്റ് കുറവിൽ തന്നെയായിരുന്നു കേട്ടോ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു ബാഗൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ബാഗൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു ബാഗായിരുന്നു കേട്ടോ. അങ്ങനെ ബാഗ് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ബുക്കൊക്കെ പൊതിയുന്ന സാധനങ്ങളും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ബ്ലൂ കളറിലും പച്ച കളറിലൊക്കെ ഇപ്പോൾ ബുക്ക് പൊതിയുന്ന സാധനങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ കളറുള്ള സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ കുറേ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പം പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് ഉണ്ട്, സിലിക്കോണിൻ്റെ ആണെങ്കിൽ സിലിക്കോണിൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ ഇതിൻ്റെ ടിഫിൻ ബോക്സ്, സ്റ്റീല്, അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുക്കറും കാര്യങ്ങളൊക്കെ ഞാൻ റേറ്റ് ഇവിടെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ സ്നാക്സൊക്കെ കണ്ടു കേട്ടോ. നമ്മുടെ ഈ സ്നാക്സ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റേറ്റൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അങ്ങനെ നട്ട്സും കാര്യങ്ങളും ഒക്കെ, ഉണക്കമുന്തിരിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഏരിയയിൽ പോയിട്ട് സവാളയ്ക്ക് 1 കിലോ 26 രൂപയാണ് വരുന്നത്. നമ്മളൊരു സവാള എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതിൻ്റെയൊക്കെ വിലയാട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടുത്തെ മീനുകളാണ് ഗൈസ്. ഇത് മീനുകൾ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വീട്ടിലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു മീൻ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയേനെ. പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ട് ഞാനിപ്പോൾ മീനൊന്നും എടുക്കുന്നില്ല. വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആരുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ അവരവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ക്യാരറ്റ് എടുക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ക്യാരറ്റൊക്കെ എടുത്ത്, പിന്നെ പുതിനയില, മല്ലിയിലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പീനട്ട് ബട്ടറിൻ്റെ ഒക്കെ റേറ്റ് നല്ല വിലക്കുറവായിരുന്നു. പിന്നെ ഇതുപോലത്തെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയി കേട്ടോ. അത് മാത്രമല്ല കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ലുലുവിലുള്ള ഒരു നല്ലൊരു കാര്യമെന്ന് പറയുന്നത്, എനിക്കിഷ്ടമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലുള്ള കുബൂസ് അവിടെ അവൈലബിൾ ആണ്.
അപ്പം നമ്മൾ കുബൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ട്രോളിയും തള്ളിക്കൊണ്ട് വീണ്ടും വന്നിരിക്കുന്നു കേക്കിൻ്റെയൊക്കെ സെക്ഷനിലേക്ക്. കേക്കിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴാണ് അവിടെ വേറൊരു സംഭവം കണ്ടത്. പിന്നെ ചിക്കൻ ടിക്ക അങ്ങനെ എന്ത് സംഭവമാണ്, ചിക്കൻ ടിക്ക അത് തന്നെ. ആ സംഭവം വാങ്ങി. പിന്നെ നമ്മളവിടെ കണ്ടിരുന്നത് ഇതുപോലത്തെ ഉള്ള മിൽക്ക് കേക്കാട്ടോ. പക്ഷേ റേറ്റ് 270 ആണ്. ആ ടൈമിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. മിൽക്ക് കേക്കും അതുപോലെ തന്നെ പലതരം കേക്കുകൾ, മറ്റേ ലോട്ടസ് ബിസ്കോഫോ അതിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ കേക്കാണെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് അവിടെ എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കാനൊന്നും പോയില്ല. ഈ ഒരു കേക്കും കാണാൻ നല്ല അടിപൊളിയാണ്. 5 ലെയർ ഡ്രീം കേക്കാണ് ഗൈസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് കണ്ടത്. പിന്നെ അവിടെ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ, പലതരം സാധനങ്ങൾ ഉപ്പിലിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തായിട്ടാണോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് ഓർക്കുന്നില്ല ഇതെന്തായിട്ടാണെന്ന്. എന്തൊക്കെയോ. പിന്നെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സംഭവമാണ് സോസേജ്. പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അത് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അടുത്ത പ്രാവശ്യം എല്ലാം വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് പോകുന്നതിൻ്റെ തലേദിവസം പോയി എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. പിന്നെ എനിക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാങ്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെയൊക്കെ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കൂളറിൻ്റെ അകത്ത് തണുത്ത വെള്ളം ഇടയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു ടാങ്കും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റായിട്ട് പോകുന്നത് ഓരോരോ ബിസ്ക്കറ്റ് അതും ഇതൊക്കെ തപ്പി പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ തരം ചോക്ലേറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ വിദേശത്തു നിന്നൊക്കെ നമ്മുടെ കസിൻസൊക്കെ വരുമ്പോൾ കൊണ്ടുവരത്തില്ലേ, അതുപോലത്തെ ഉള്ള ചോക്ലേറ്റ്സ് വരെ ലുലുവിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ പോയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ഓറിയോ നമ്മുടെ കണ്ണിൽപ്പെട്ടത്. നമ്മളപ്പോൾ അത് വിടാതിരിക്കുമോ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിക്കാനുള്ളതൊക്കെ അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് കുനാഫ ചോക്ലേറ്റ് കേട്ടോ. അത് നമ്മളെടുത്തില്ല, കാരണം നല്ല റേറ്റാണ്. അതിനൊക്കെ ശേഷം നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മാഗിയുടെ അടുത്തേക്ക് പോയി. മാഗി എടുത്ത് പോയിട്ട് ഞാൻ ഈ ഒരു മാഗി എടുക്കാൻ വന്നതും കറക്റ്റ് അമ്മ പറഞ്ഞു, നമുക്ക് ഒരു പ്രാവശ്യം പൊട്ടിക്കുമ്പോൾ എത്ര മാഗിയാണോ ഉണ്ടാക്കി കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള പാക്കറ്റ് എടുത്താൽ മതിയെന്ന്. അപ്പം ഞാനൊരു പ്രാവശ്യം മാഗി എടുക്കുമ്പം ഞാൻ 2 മാഗി ആട്ടോ ഞാൻ ഒരു തവണ ഉണ്ടാക്കുന്നത്. കാരണം എനിക്കൊരു മാഗി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ് നിറയില്ല. അതുകൊണ്ട് ഞാൻ 2 മാഗി ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലുവിലെ ഓഫറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ബൈ.